നമസ്കാരം. സെലസ്റ്റിയൽ ജി കെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് കേരള നവോത്ഥാനം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വടക്കൻ പാട്ടിലെ വീരനായകനായിരുന്ന തച്ചോളി ഒതേനന്റെ സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ. പൂന്താനം ഇല്ലം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ. പയ്യൽ തബീബ് എന്ന തൂലികാ നാമത്തിൽ മാപ്പിളപ്പാട്ടുകൾ എഴുതിയിട്ടുള്ള കവി? ഉത്തരം മോയിൻകുട്ടി വൈദ്യർ. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം? 1925. ഭാരത കേസരി എന്നറിയപ്പെടുന്നതാരാണ്? ഉത്തരം മന്നത്ത് പത്മനാഭൻ. ചങ്ങമ്പുഴ സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ. മഹാകവി പി കുഞ്ഞിരാമൻ നായർ സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്. ജാതിക്കുമ്മി എന്ന കവിത എഴുതിയതാര്? ഉത്തരം കെ പി കറുപ്പൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തുന്ന സമാധി സ്ഥലം? ഉത്തരം ശ്രീനാരായണ സമാധി, വർക്കല ശിവഗിരി മഠം. വള്ളത്തോൾ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ചെറുതുരുത്തിയിൽ. റാണി സന്ദേശം, പരിവർത്തനം, അഹല്യ എന്നിവ ആരുടെ കൃതികളാണ്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. സേതുലക്ഷ്മിബായിയോട് മൃഗബലി നിരോധിക്കണമെന്നാവശ്യപ്പെട്ട വ്യക്തി? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. 1928 യുക്തിവാദി എന്ന മാസിക തുടങ്ങിയത്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത് ഏത് സംഘടനയുടെ മുദ്രാവാക്യമാണ്? ഉത്തരം യോഗക്ഷേമ സഭ. അയ്യങ്കാളിയും സദാനന്ദ സ്വാമികളും ചേർന്ന് രൂപീകരിച്ച സംഘടന? ബ്രഹ്മനിഷ്ഠാമഠം സംഘം. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘത്തിന്റെ ആദ്യ സെക്രട്ടറി? ഉത്തരം കുമാരനാശാൻ. ശ്രീനാരായണ ധർമ്മസംഘം സന്യാസ സമൂഹമായ വർഷം? ഉത്തരം 1926. ലളിതോപഹാരം എന്ന ദേവസ്തുതി രചിച്ചതാര്? ഉത്തരം കെ പി കറുപ്പൻ. ആത്മവിദ്യാകാഹളം, ശിവയോഗവിലാസം, അഭിനവ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചതാര്? ഉത്തരം വാഗ്ഭടാനന്ദൻ സ്വാമി. സംസ്കൃത പഠനത്തിനായി വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച ആശ്രമം? ഉത്തരം തത്വപ്രകാശിക ആശ്രമം. വാഗ്ഭടാനന്ദ സ്വാമികളുടെ യഥാർത്ഥ നാമം? കുഞ്ഞിക്കണ്ണൻ. കേരള സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ പിതാവ്? ഉത്തരം ശ്രീനാരായണ ഗുരു. വാഗ്ഭടാനന്ദൻ ആ പേര് നൽകിയതാര്? ഉത്തരം ആലത്തൂർ ശിവാനന്ദ യോഗി. കൊച്ചി പുലയ സഭ ആരംഭിച്ച വർഷം? 1913. ശ്രീനാരായണ ഗുരു ജനിച്ച ദിവസം? 1854 ഓഗസ്റ്റ് 20. ശ്രീനാരായണ ഗുരു ജനിച്ച വീടിന്റെ പേര്? വയൽവാരം വീട്. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കൃതികൾ ഏതെല്ലാം? ദർശനമാല, ശിവശതകം, ജാതിമീമാംസ, ആത്മോപദേശ ശതകം, ദൈവദശകം, കുണ്ടലിനി പാട്ട്, ജനനി നവരത്ന മഞ്ജരി. ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദനെ സന്ദർശിച്ച വർഷം? 1892. ആളിക്കത്തിയ തീപ്പൊരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? ഉത്തരം അയ്യങ്കാളി. ചട്ടമ്പി സ്വാമികളുടെ ജീവകാരുണ്യ നിരൂപണം എന്ന കൃതി എന്തിനെ പ്രതിപാദിക്കുന്നു? അഹിംസ, അക്രമരാഹിത്യം. വി ടി ഭട്ടതിരിപ്പാടിന്റെ ജന്മദേശം? ഉത്തരം പൊന്നാനി താലൂക്കിലെ മേഴത്തൂർ ഗ്രാമം. 1905 സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസിക? ഉത്തരം അൽ ഇസ്ലാം. സ്വദേശാഭിമാനി പത്രം അടച്ചുപൂട്ടിയതിനു ശേഷം മൗലവി ആരംഭിച്ച പത്രസ്ഥാപനം? ഉത്തരം മുസ്ലിം പ്രിന്റിംഗ് ഹൗസ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്? കുഞ്ഞമ്പിള്ള. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം? 1888. രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം? 1922. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന സാമൂഹ്യ നാടകത്തിന്റെ രചയിതാവ്? ഉത്തരം വി ടി ഭട്ടതിരിപ്പാട്. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം? 1910. മലയാളി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതാര്? ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള.
സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥ എൻ്റെ നാടുകടത്തൽ. കുമാരനാശൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ, തിരുവനന്തപുരം. കൊട്ടാരത്തി ശങ്കുണ്ണി സ്മാരകം ഏതു ജില്ലയിലാണ്? ഉത്തരം കോട്ടയം. ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയ സ്ഥലം? ഉത്തരം അണിയൂർ ക്ഷേത്രം, ചെമ്പഴന്തിക്ക് സമീപം. SNDP യോഗത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം? ഉത്തരം വാവുട്ട് യോഗം. സഹോദരൻ എന്ന പത്രം ആരംഭിച്ചത്? സഹോദരൻ അയ്യപ്പൻ. ഗാന്ധിജി അയ്യങ്കാളിയെ സന്ദർശിച്ച വർഷം? ഉത്തരം 1934. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം? വെങ്ങാനൂർ, തിരുവനന്തപുരം. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം? വടിവീശ്വരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.